ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ശ്രീ ടി.പി. ശ്രീനിവാസൻ അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഈ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അമേരിക്ക ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയായേക്കുമെന്നുള്ള തരത്തിലാണ്. B-2 ബോംബറുകളുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് അല്പസമയം മുൻപ് വരികയുണ്ടായി. താങ്കൾ കരുതുന്നുണ്ടോ അത്തരമൊരു സാഹചര്യം സംജാതമായെന്ന്? എന്റെ വിശ്വാസം ഇത് അമേരിക്ക തന്നെയാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേൽ ഒരു പ്രോക്സി വാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്ക ഇനി ഇടപെടാൻ പോകുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല. അവർ മുഴുവനായിട്ട് ഇൻവോൾവ് ആണ്. ഇസ്രായേലിനെ ഉപയോഗിച്ച് ഒരു ടെസ്റ്റ് നടത്തുക എന്നുള്ളതായിരുന്നു. എത്രമാത്രം ഇറാൻ ശക്തിയുണ്ട് എന്നൊക്കെ ഒരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഇസ്രായേലിനെ വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു അമേരിക്കയുടെ യുദ്ധം തന്നെയാണ്. അത് അമേരിക്ക യുദ്ധം തന്നെയാണ്, തുടരുകയും ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. അപ്പോഴും ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇങ്ങനെ ഈ പിന്നിൽ നിൽക്കുമ്പോഴും നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരുമ്പോഴും അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളും ചർച്ചകളും രണ്ട് രീതിയിലായിരിക്കുമല്ലോ അല്ലേ? അതെ, പക്ഷെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു താല്പര്യം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിക്കൂടാ എന്ന് തന്നെയാണ്. അത് ചൈന ആയാലും റഷ്യ ആയാലും ഏത് രാജ്യമായാലും നമ്മളായാലും നമ്മുടെ എല്ലാം വ്യൂ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പാടില്ല. അവർ NPT സൈൻ ചെയ്ത രാജ്യമാണ്. അതുകൊണ്ട് അവർ ആ നിയമങ്ങളെല്ലാം പാലിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും വ്യൂ. പക്ഷേ അത് എങ്ങനെയത് ഒരു എഗ്രിമെന്റിൽ കൊണ്ടുവരിക? നേരത്തെ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് അമേരിക്ക വിത്ഡ്രോ ചെയ്തുകൊണ്ട് വീണ്ടും ചർച്ചകൾ തുടങ്ങി. അത് മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ എഗ്രിമെന്റ് റിവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് അവർ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച് യുദ്ധം തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കും, 3 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കും. അതൊക്കെ ഒരു ഫസാദ് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയത് തന്നെയാണ്, അത് ഇസ്രായേലാണ് നടത്തുന്നതെന്ന് മാത്രമേ. അപ്പോ അതിന്റെ ആവശ്യം വരികയാണെങ്കിൽ അമേരിക്ക ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് മടിയൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നില്ലല്ലോ. കാരണം ഇറാന്റെ ന്യൂക്ലിയർ കപ്പാസിറ്റി ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അല്ലാതെ ടെറിട്ടറി എടുക്കുക അല്ലെങ്കിൽ ഇത് അറബ് ഇസ്രായേൽ വാറാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇത് അമേരിക്ക ടെസ്റ്റ് ചെയ്യുകയാണ് ഇസ്രായേലിനെ ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിന്റെ ആവശ്യം വന്നാൽ അമേരിക്ക ഇന്റർവ്യൂൻ ചെയ്യും എപ്പോ വേണമെങ്കിൽ എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനൊരു ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല. ശരി, നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ. ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. അമേരിക്ക തന്നെയാണ് ഈ ആക്രമണത്തിൽ ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള അമേരിക്കയുടെ നീക്കമെന്ന് അദ്ദേഹം അതിനെ കാണുന്നു.